വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വരുന്ന ജൂലൈ 19 റിലീസ് ചെയ്യാനിരിക്കുന്ന ഇടിയൻ ചന്തുവിൻ്റെ ട്രെയിലർ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ ട്രെയിലർ ഞാൻ കാണിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങളൊക്കെ ഈ സിനിമയെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. അത് കണ്ടതു മുതൽ എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ച് വളരെ എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. കാരണം അവർ എത്രത്തോളം എഫർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്, എത്രത്തോളം ഇടി കൊണ്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അതിശയമാണ് തോന്നിയത്. ഈ സിനിമയുടെ ഡയറക്ടറും അതേപോലെ ഈ സിനിമയ്ക്കായി കഥ എഴുതിയതും ശ്രീജിത്ത് വിജയനാണ്. അതുപോലെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷെഫീഖ്, റയീസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ശ്രീ വിജയൻ തുടങ്ങിയവർ ചേർന്നാണ്. അപ്പോൾ ഈ സിനിമയിലെ ഹീറോ ആയ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ആക്ഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് പുലിമുരുകൻ, ബാഹുബലി പോലുള്ള വൻ സിനിമകൾക്ക് ആക്ഷൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പീറ്റർ ഹെയ്നാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പിടി സിനിമകൾ ചെയ്യാനുള്ള തിരക്കിലാണെങ്കിലും ഇടിയൻ ചന്തുവിൻ്റെ കഥ കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിന് സമ്മതം മൂളുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം ഈ സിനിമയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് സീനുകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ സിനിമ അദ്ദേഹം സ്വീകരിച്ചതെന്നാണ്. ഈ സിനിമയുടെ ഹീറോ വിഷ്ണു ഉണ്ണികൃഷ്ണനാണെങ്കിൽ ഇതിൻ്റെ പ്രതിനായകൻ അതായത് വില്ലൻ ചന്തു സലീം കുമാറാണ് ചെയ്തിരിക്കുന്നത്. സലീം കുമാർ ഏട്ടൻ്റെ മോൻ തന്നെയാണ് ഇതിലെ വില്ലൻ. ഈ സിനിമയിൽ സലീം കുമാർ, ചന്തു സലീം കുമാർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ലാലു അലക്സ്, രമേശ് പിഷാരടി, അതുപോലെ ലെന തുടങ്ങിയ ജോണി ആൻ്റണി പോലുള്ള വൻ താരനിര തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റുകൾ തന്നെയാണ്. നല്ല ഇടിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ പീറ്റർ ഹെയ്ൻ്റെ സാധാരണ ഇടികളൊക്കെ ഹീറോ നിൽക്കുമ്പോൾ ഗുണ്ടകളൊക്കെ കുറേ എണ്ണം മുന്നിൽ നിൽക്കുന്നുണ്ടാവും. അതിൽ ഒരു ഗുണ്ട ഓടി വരും, എന്നിട്ട് അവനെ തല്ലിയിട്ടതിന് ശേഷമാണ് അടുത്ത ആളിലേക്ക് പോവുക. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമയുടെ രീതി തന്നെ വേറെയാണ്. അതാണ് പീറ്റർ ഹെയ്ന് ഇത് തിരഞ്ഞെടുക്കാൻ കാരണമായത്. എന്താണെന്ന് വെച്ചാൽ കൂട്ട അടി എന്ന് കേട്ടിട്ടില്ലേ? അതായത് +2 പിള്ളേരുടെ അടി. അത് ട്രെയിലറിൽ പറയുന്നുണ്ട്. അത് ഞാൻ ട്രെയിലർ കാണിക്കാം. അപ്പോൾ +2 പിള്ളേരുടെ അടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കോളേജിൻ്റെ മുന്നിലൊക്കെ കുട്ടികൾ തമ്മി തല്ലുന്നത് ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ കോളേജിൻ്റെ ഡേയ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളല്ല തല്ലുക, എല്ലാവരും കൂടി കൂട്ട അടിയായിരിക്കും. അത് തന്നെയാണ് ഈ സിനിമയിലും പരീക്ഷിച്ചിരിക്കുന്നത്. 300ഓളം പേർ ചേർന്നിട്ട് കൂട്ട അടി നടക്കുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനും അതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കാനും ഒക്കെ വളരെ പ്രയാസമാണ്. പക്ഷേ അതൊക്കെ പീറ്റർ ഹെയ്ൻ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ അടി മാത്രമല്ല, അമ്മ മകൻ സെൻറ്റിമെൻറ്റ്, അതുപോലെ പ്രണയം പോലുള്ള സാധാരണ സിനിമകളിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ ലെനയ്ക്ക് നല്ലൊരു വേഷം ലഭിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതേപോലെ അടിപിടിയുടെ ഇടയിൽ അവർക്ക് കൈയൊക്കെ ഒടിഞ്ഞ് 1 മാസം വീട്ടിൽ പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കേണ്ടി വന്നു എന്നും പറയുന്നു. അതുപോലെ ബിജു സോപാനം, ഉപ്പുമുളകിലെ ബിജു സോപാനം, അദ്ദേഹം ഇതിൽ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ആക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നടന്നു വരുന്നത് തന്നെ ആകെ ഒരു ഞൊണ്ടി അടി കിട്ടിയിട്ട് എങ്ങനെ നടക്കും അതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞ് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിലൊക്കെ ചതഞ്ഞിട്ട് പിന്നെ അത് തിരുമാനൊക്കെ നടക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ സിനിമയിൽ യഥാർത്ഥത്തിലുള്ള രീതിയിലുള്ള അടിയായതുകൊണ്ട് ആക്ടേഴ്സിനൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കഥ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ സിനിമ മുഴുവനുമുള്ള കഥ അങ്ങനെയല്ല. അതിൽ ഓരോ ഭാഗങ്ങൾ മാത്രമേ അങ്ങനെയുള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ പിന്നെ ഇമാജിൻ ചെയ്ത് എടുത്തത് തന്നെയാണ്. അപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഈ സിനിമയിൽ ഫൈറ്റ് രംഗങ്ങൾ വളരെയധികം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ധനുഷിനെയൊക്കെ പോലെ മെലിഞ്ഞിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയാണല്ലോ. പക്ഷേ പീറ്റർ ഹെയ്നാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ഫൈറ്റ് സീനുകളൊക്കെ ഗംഭീരമായിരിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഇതിൽ ഫൈറ്റ് രംഗങ്ങൾ മാത്രമല്ല വളരെ സോഫ്റ്റായ എക്സ്പ്രഷനോട് കൂടിയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് താരങ്ങൾ പറയുന്നത്. നമുക്ക് നേരെ ട്രെയിലർ കാണാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെയിലർ കാണാം. കോളേജാണ് ആദ്യം തന്നെ കാണിക്കുന്നത്.
+2 പിള്ളേർ ഇടി കണ്ടിട്ടുണ്ടടാ. നല്ല നാടനടി. അപ്പോൾ ട്രെയിലർ കണ്ടല്ലോ, ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ആകെ പറയുന്നത് +2 പിള്ളേരുടെ അടി നീ കണ്ടിട്ടുണ്ടോ, നാടൻ തല്ല് എന്നൊരു ഡയലോഗ് മാത്രമാണ്. പിന്നെ കോളേജിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് എടുത്തിരിക്കുന്നതെന്നും കാണിക്കുന്നു. പിന്നെ വില്ലൻ അടികൊണ്ട് വീഴുന്ന സമയത്ത് ഒരു പാക്കറ്റ് മണ്ണിൽ വീഴുന്നുണ്ട്, ഒരു വെള്ളപ്പൊടി. അതെനിക്ക് തോന്നുന്നത് വല്ല ലഹരി വസ്തുവും ആയിരിക്കാനാ സാധ്യത. അങ്ങനെ ലഹരി വസ്തുവിനെ സംബന്ധിച്ചും ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രെയിലറിൽ അടി മാത്രമേ കാണിക്കുന്നുള്ളൂ, മറ്റുള്ള വിഷയങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്നിരുന്നാലും ഇതിൽ എല്ലാ വിഷയങ്ങളും തന്നെ, ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ നമ്മളത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് +2 പിള്ളേരുടെ നല്ല നാടൻ അടി കാണാനായിട്ട് ജൂലൈ 19-ന് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ അടിപിടി എന്നൊക്കെ ഉള്ള സിനിമയിലുള്ള ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമാണ് കേട്ടോ. അല്ലാതെ സ്കൂളിലും അതുപോലെ +2 പഠിക്കുന്ന കുട്ടികളും കോളേജിലൊക്കെ തല്ലുന്നതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. സ്നേഹത്തിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.